മുസ്ലിം ലീഗിനെ കടന്നാക്രമിച്ചും വിവാദങ്ങളിൽ നിലപാട് ആവർത്തിച്ചും SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. തന്നെ മുസ്ലിം വിരോധിയായി ചിത്രീകരിക്കാൻ പലരും ശ്രമിക്കുന്നു. താൻ വിമർശിച്ചത് മുസ്ലിം ലീഗിനെയാണ്. പ്രശ്നാധിഷ്ഠിതമായ അഭിപ്രായങ്ങളാണ് താൻ പറഞ്ഞതെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. ശിവഗിരിയിൽ മാധ്യമങ്ങളുമായുണ്ടായ തർക്കം ഉൾപ്പെടെ വിശദീകരിച്ചാണ് വെള്ളാപ്പള്ളി ആലപ്പുഴയിൽ മാധ്യമങ്ങളെ കണ്ടത്. ലീഗ് ഭരണത്തിൽ ഇരുന്നപ്പോൾ സാമൂഹ്യനീതി നടപ്പിലാക്കിയില്ല. മലപ്പുറത്ത് മുസ്ലിം സമുദായത്തിന് മുട്ടിന് കോളേജുകൾ അനുവദിച്ചു. ഈഴവ സമുദായത്തിന് അനുവദിച്ചത് ഒരു എയ്ഡഡ് കോളേജ് മാത്രമാണ്. ലീഗ് സാമൂഹ്യനീതി നടപ്പിലാക്കിയോ എന്ന് ആത്മപരിശോധന നടത്തണം. മുസ്ലിം ലീഗ് നേതാക്കൾ ഈഴവർക്ക് എതിരെ മുസ്ലിം സമുദായത്തെ തിരിച്ചുവിടാൻ ശ്രമിക്കുകയാണ്. മാറാട് കലാപം ആവർത്തിക്കാനാണ് ലീഗിന്റെ ശ്രമം, വെള്ളാപ്പള്ളി പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പരാജയത്തെക്കുറിച്ച് CPI മുന്നണിക്കുള്ളിൽ പറയണം. മുന്നണിയിൽ പറയേണ്ടത് പുറത്തു പറഞ്ഞ് വിവാദമുണ്ടാക്കി. പിന്നോക്കക്കാരുടെ പിന്തുണയാണ് ഇടതുപക്ഷത്തിന്റെ അടിത്തറ. ഇത് CPI മനസ്സിലാക്കണം. താൻ പിണറായിയുടെ ജിഹ്വയല്ലെന്നും വെള്ളാപ്പള്ളി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. CPIക്കെതിരെയും വെള്ളാപ്പള്ളി വിമർശനമുന്നയിച്ചു. CPI നിലപാട് മുന്നണിയിൽ അനൈക്യമെന്ന തോന്നലുണ്ടാക്കി. ശരിയും തെറ്റും CPI മുന്നണിക്കുള്ളിൽ ചർച്ച ചെയ്യണമെന്നും വെള്ളാപ്പള്ളി അഭിപ്രായപ്പെട്ടു. ഇടതിന്റെ പിൻബലം പിന്നോക്കക്കാരുടെ പിന്തുണയാണ്. അത് CPI മനസ്സിലാക്കണം. ശബരിമലയിലെ സർക്കാർ നിലപാട് ആത്മാർത്ഥതയുള്ളതെന്നായിരുന്നു വെള്ളാപ്പള്ളി നടേശന്റെ പ്രതികരണം. ശബരിമല വിഷയത്തിൽ സർക്കാരിനെ കുറ്റപ്പെടുത്താനാകില്ല. ഉപ്പു തിന്നവർ വെള്ളം കുടിക്കട്ടെ എന്നും വെള്ളാപ്പള്ളി കൂട്ടിച്ചേർത്തു. നേരത്തെ CPI മൂഢസ്വർഗത്തിലെന്ന് വെള്ളാപ്പള്ളി നടേശൻ പരിഹസിച്ചിരുന്നു. യോഗനാഥത്തിലെ ലേഖനത്തിലായിരുന്നു പരാമർശം. ഈഴവരുൾപ്പെടെ പിന്നോക്ക സമുദായം ഇടതു പാർട്ടികളുടെ നട്ടെല്ല്. CPIയുടെ നവനേതാക്കൾക്ക് ആ ബോധ്യമില്ല. CPMഉം താനുമായുള്ള ബന്ധം തിരിച്ചടിയായെന്ന് വിമർശിക്കുന്നവർ മൂഢസ്വർഗത്തിലാണ്. മുഖ്യമന്ത്രിയുടെ കാറിൽ സഞ്ചരിച്ചാൽ എന്ത് സംഭവിക്കാനാണെന്നും അദ്ദേഹം ചോദിച്ചു. മുഖ്യമന്ത്രിയുമായി അടുത്ത സൗഹൃദവും സ്നേഹവുമാണുള്ളത്. കാറിൽ കയറിയത് രാജ്യദ്രോഹം ചെയ്തതുപോലെ വരുത്താൻ ശ്രമം നടക്കുന്നു. ഉന്നത ജാതിക്കാരനോ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടയാളോ എങ്കിൽ ചർച്ചയുണ്ടാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. വടക്കാഞ്ചേരി കോഴ വിവാദത്തിൽ പ്രതികരിച്ച് അതേസമയം മലപ്പുറത്ത് സ്കൂൾ തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ പ്രസ്താവന വെള്ളാപ്പള്ളിയും സർക്കാരും ചേർന്ന് കൈകാര്യം ചെയ്യേണ്ടതാണെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. സ്കൂൾ തുടങ്ങാൻ ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ അത് പരിഹരിക്കണം. വെള്ളാപ്പള്ളി ഒരു ബാധ്യതയായി തോന്നുന്നില്ലെന്നും മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് അദ്ദേഹം മറുപടി നൽകി. മലപ്പുറം ജില്ലാ രൂപവൽക്കരണത്തിന് നേതൃത്വം കൊടുത്ത പാർട്ടിയാണ് CPM. ആ മലപ്പുറത്തിനെതിരായി ആര് പറഞ്ഞാലും അംഗീകരിക്കില്ലെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. CPMന് മുസ്ലിം വിരുദ്ധ നിലപാടില്ല. എന്നാൽ വർഗീയതയ്ക്കെതിരെ ഉറച്ച നിലപാടാണ്. ഭൂരിപക്ഷ വർഗീയതയെയും ന്യൂനപക്ഷ വർഗീയതയെയും പാർട്ടി അതിശക്തമായി എതിർക്കും. വെള്ളാപ്പള്ളിയെ വർഗീയവാദിയായെന്നും തങ്ങൾ കാണുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.